ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ക്ലാസ് 9-ലെ സർക്കിൾസ് എന്നുള്ള ചാപ്റ്ററിലെ കുറച്ച് MCQs ആണ് നോക്കാൻ പോണത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. The region between an arc of a circle and its corresponding chord is called a dash. അപ്പോൾ ഇവിടെ ഞാൻ PQ എന്നൊരു കോഡ് വരച്ചു. ഇനി PQ എന്നുള്ള ആർക്ക്, PQ എന്നുള്ള ആർക്കും PQ എന്നുള്ള കോഡിൻ്റെ ഇടയിൽ വരുന്ന ഇതെന്താണ്? Segment. In the given figure, BC is the diameter of the circle and AB equal to AC. Then angle ABC. അപ്പോൾ ഇവിടെ നമുക്ക് BC ഡയമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്, അതേപോലെ AB ഈക്വൽ ടു AC എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ AB ഈക്വൽ ടു AC ആണെങ്കിൽ ആംഗിൾ ABC ഈക്വൽ ടു ആംഗിൾ ACB. അതെന്താ? ഐസോസെൽസ് ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് are equal. ഇനി BC ഡയമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ BAC എന്ന് പറയുന്നത് എന്തായിരിക്കും? സെമി സർക്കിളാണ്. ഇനി സെമി സർക്കിളിനുള്ളിൽ വരുന്ന ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആംഗിൾ BAC, നമ്മുടെ ഫിഗർ നോക്കാം, ഈ BAC എന്ന് പറയുന്നത് 90 ഡിഗ്രി. ആംഗിൾ ഇൻ എ സെമി സർക്കിളിനുള്ളിൽ വരുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഇനി എന്ത് ചെയ്താൽ മതി? നമ്മൾ ആ ട്രയാങ്കിൾ എടുക്കുക. ഇൻ ട്രയാങ്കിൾ BAC അതിലെ എല്ലാ ആംഗിൾസും കൂടെ ആഡ് ചെയ്യാം. അപ്പം ആംഗിൾ ABC പ്ലസ് ആംഗിൾ BAC പ്ലസ് ആംഗിൾ ACB ഈക്വൽ ടു 180 ഡിഗ്രി ആംഗിൾ സം പ്രോപ്പർട്ടി. ഇനി ABCയും ACBയും ആംഗിൾസ് ഈക്വൽ ആണ്, നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത് ABC ആയതുകൊണ്ട് ABCയുടെ ടൈമിലേക്ക് എഴുതുക. അപ്പം 2 ആംഗിൾ ABC പ്ലസ് ഈ BAC എന്താ? 90 ഡിഗ്രി അല്ലേ? അത് സെമി സർക്കിളിനുള്ളിൽ വരുന്ന ആംഗിളാണ്. അപ്പം 90 ഡിഗ്രി ഈക്വൽ ടു 180 ഡിഗ്രി. ഇനി ഈ 90 ഡിഗ്രിനെ റൈറ്റ് സൈഡിൽ കൊണ്ട് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 2 ആംഗിൾ ABC ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ആംഗിൾ ABCയുടെ മെഷർ എന്തായിരിക്കും? 45 ഡിഗ്രി. AB and CD are two equal chords of a circle with center O such that angle AOB is equal to 80 degree. Then angle COD. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, നമുക്ക് രണ്ട് കോഡ് തന്നിട്ടുണ്ട്. ഫിഗർ നോക്കുക, ഇവിടെ AB എന്നൊരു കോഡ് തന്നിട്ടുണ്ട്, അതുപോലെ CD എന്നൊരു കോഡും തന്നിട്ടുണ്ട്. ഇനി ഇവർ ഈക്വൽ ആണ്. അപ്പോൾ ആംഗിൾ AOB, ഇവിടെ വരുന്ന ആംഗിൾ 80 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ വരുന്ന ആംഗിൾ എന്തായിരിക്കും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ വരുന്ന ആംഗിളും 80 ഡിഗ്രി തന്നെയായിരിക്കും. നമ്മളൊരു തിയറം പഠിക്കുന്നുണ്ട്, ഈക്വൽ കോഡ്സ് ഓഫ് എ സർക്കിൾ സബ്റ്റൻസ് ഈക്വൽ ആംഗിൾസ് അറ്റ് ദ സെൻറ്റർ. ആ തിയറം യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ആൻസർ പറയുന്നത്. അപ്പോൾ ആംഗിൾ COD ഈക്വൽ ടു ആംഗിൾ AOB ഈക്വൽ ടു 80 ഡിഗ്രി. റീസൺ എന്താണ്? ഈക്വൽ കോഡ്സ് ഓഫ് എ സർക്കിൾ സബ്റ്റൻസ് equal angles at the center. In the given figure, triangle ABC and triangle DBC are inscribed in a circle such that angle BAC equal to 60 degree and angle DBC is equal to 50 degree, then angle BCD. അപ്പോൾ നമുക്കിത് ഇവിടെ ഈ BCD ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമ്മുടെ ഫിഗറിൽ നോക്കിയേ, BACയും BDCയും ഇവർ രണ്ടുപേരും BC എന്നുള്ള സെഗ്മെൻറ്റിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ BDCയുടെ മെഷർ എന്തായിരിക്കും? BACയുടെ അതേ മെഷർ തന്നെയാണ്, 60 ഡിഗ്രി. അപ്പോൾ എന്താ റീസൺ? ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെൻറ്റ്. അപ്പോൾ ആംഗിൾ BDC ഈക്വൽ ടു ആംഗിൾ BAC ഈക്വൽ ടു 60 ഡിഗ്രി ആംഗിൾസ് ഇൻ ദി സെയിം സെഗ്മെൻറ്റ്. ഇനി ട്രയാങ്കിൾ DBC എടുക്കുക. ഇൻ ട്രയാങ്കിൾ DBC, ഇപ്പോൾ DBCയിൽ ആംഗിൾ DBC പ്ലസ് ആംഗിൾ
BDC പ്ലസ് ആംഗിൾ BCD ഈക്വൽ ടു 180 ഡിഗ്രി. എന്താ കാര്യം? ആംഗിൾ സം പ്രോപ്പർട്ടി. അപ്പോൾ ഈ DBCയുടെ മെഷർ എന്താണ്? തന്നിട്ടുണ്ട്, നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇത് 50 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഇനി BDC അതാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. കണ്ടോ? BDC അതെന്താണ്? 60 ഡിഗ്രി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി BCD അതാണ് നമുക്കിവിടെ ആൻസർ. ഈ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാനുള്ള കാര്യം BCD ആണ്. അപ്പോൾ ആംഗിൾ BCD ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ 110 ഡിഗ്രി പ്ലസ് ആംഗിൾ BCD ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ആംഗിൾ BCDയുടെ മെഷർ എന്തായിരിക്കും? 180 ഡിഗ്രി മൈനസ് 110 ഡിഗ്രി ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി. നമ്മുടെ ആൻസർ 70 ഡിഗ്രി. In the given figure, CD is the diameter of a circle with center O and CD is perpendicular to chord AB. If AB is equal to 12 cm and C is equal to 3 cm, then radius of the circle is. അപ്പോൾ നമുക്ക് CD ഡയമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. AB എന്ന് പറഞ്ഞിട്ടൊരു കോഡ് തന്നിട്ടുണ്ട്. ABയുടെ ലെങ്ത് 12 cm തന്നിട്ടുണ്ട്. CE 3 cm. അവിടെ നമുക്കത് എഴുതിക്കാം. CE ഈ ചെറിയ ലെങ്തിൽ ഇത്രയും വന്നിട്ട് 3 cm ആണ് തന്നിട്ടുണ്ട്. പിന്നെ ഈ ഫിഗറിൽ നോക്കിക്കേ, OA എന്ന് പറയുന്നത് എന്താ? റേഡിയസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് R എന്നിട്ട് കൊടുക്കാം. അപ്പോൾ OC എന്ന് പറയുന്നത് എന്തായിരിക്കും? R തന്നെയായിരിക്കും അല്ലേ? OCയും OAയും എന്താ? റേഡിയസ് ആണ്. OA ഈക്വൽ ടു OC ഈക്വൽ ടു R. ഇനി അപ്പോൾ OE എന്ന് പറയുന്നത് എന്തായിരിക്കും? OC എന്ന് പറയുന്നത് 6 ആണ്. പിന്നെ C എന്ന് പറയുന്ന പോർഷൻ നമുക്ക് തന്നിട്ടുണ്ട് 3 ആണ്. അപ്പോൾ OE എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് R മൈനസ് 3. ഇനി തന്നിരിക്കുന്നത് CD ഈസ് പെർപെൻഡിക്കുലർ ടു കോഡ് AB എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം പെർപെൻഡിക്കുലർ ഫ്രം ദ സെൻറ്റർ ഓഫ് എ സർക്കിൾ ടു എ കോഡ് ബൈസെക്ട്സ് ദി കോഡ്. അതായത് CD ABനെ ബൈസെക്റ്റ് ചെയ്തു. അപ്പോൾ ABയുടെ AE എന്നുള്ള പോർഷനും EB എന്നുള്ള പോർഷനും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ABയുടെ ടോട്ടൽ ലെങ്ത് നമുക്കറിയാം 12 cm ആണ്. അപ്പോൾ AE എന്ന് പറയുന്നത് എന്തായിരിക്കും? 6 cm. മറ്റേ സൈഡ് 6 cm. ഇനി വീണ്ടും നോക്കുക, CD എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു കോഡ് AB ആണ്. അപ്പോൾ ഇതിവിടെ ഇതെന്ത് ട്രയാങ്കിൾ ആയിരിക്കും? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇവിടെ വരുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇൻ റൈറ്റ് ട്രയാങ്കിൾ OAE അത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാം? പൈതഗോറസ് തിയറം. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ OA സ്ക്വയർ ഈസ് ഈക്വൽ ടു AE സ്ക്വയർ പ്ലസ് OE സ്ക്വയർ. ഇനി OA എന്ന് പറയുന്നത് R സ്ക്വയർ ഈക്വൽ ടു AE സ്ക്വയർ 6 സ്ക്വയർ പ്ലസ് OE എന്ന് പറയുന്നത് R മൈനസ് 3 ദി ഹോൾ സ്ക്വയർ. R സ്ക്വയർ ഈക്വൽ ടു 6 സ്ക്വയർ എന്ന് പറയുമ്പോൾ 36 പ്ലസ്, ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ R സ്ക്വയർ മൈനസ് 6R പ്ലസ് 9. ഇനി ലെഫ്റ്റിലും റൈറ്റിലും ഓരോ R സ്ക്വയറിൻ്റെ അത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പോൾ 0 ഈക്വൽ ടു 36 മൈനസ് 6R പ്ലസ് 9. 6R നമുക്ക് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇത് പോസിറ്റീവ് ആവും. 6R ഇസ് ഈക്വൽ ടു 45. R ഇസ് ഈക്വൽ ടു എന്ത് വരും? 45/6 ഈക്വൽ ടു 7.5. റേഡിയസ് ഇസ് ഈക്വൽ ടു 7.5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.